ടിൻറ്റു ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെയാണ് ആന്ധ്ര കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അസമിലേക്ക് പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം ഈ കുട്ടി കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതായുള്ള കൃത്യമായ വിവരങ്ങളില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ട്രാക്കിൽ നിന്ന് തന്നെ സ്റ്റേഷനിലേക്ക് ഇറങ്ങാതെ ട്രാക്കിലൂടെ തന്നെ നടന്ന് അപ്പുറത്ത് നിർത്തിയിട്ടിരുന്ന ട്രെയിനിൽ കയറാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. പക്ഷേ ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലായിരിക്കും ഈ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. പ്രത്യേകിച്ചും നമുക്കറിയാം ജനറൽ കമ്പാർട്ട്മെൻറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്. പക്ഷേ വലിയ തിരക്കുള്ള സമയം വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ 1-2 മിനിറ്റ് നിർത്തിയിട്ടിരിക്കുന്ന സ്റ്റേഷനുകളിൽ ട്രെയിൻ ഒരുപാട് സമയം പിടിച്ചിട്ട് ഇങ്ങനെ കുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പോലീസ് സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും തിരച്ചിൽ വ്യാപകമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ. എന്തായാലും ബംഗളൂരുവിൽ എത്തിയിട്ടില്ല എന്നുള്ളത് കൃത്യമായി സ്ഥിരീകരിച്ച് ആ ഒരു പ്രദേശം ഒരുപക്ഷെ അത്തരത്തിലൊരു ആഴത്തിലുള്ള അന്വേഷണം അവിടെ കേന്ദ്രീകരിച്ച് നടക്കുന്നില്ല എന്നുള്ളതാണോ? ലക്ഷ്മി സൂചിപ്പിച്ചത് തന്നെ അതൊരു പ്രായോഗികതയുടെ ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തിയിട്ടുകൊണ്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് പ്രായോഗികതയുടെ ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സാധ്യത നമുക്ക് ആ ഒരു സാധ്യത മുന്നോട്ട് വെക്കാൻ വളരെ പ്രയാസമായിരിക്കും. കാരണം എല്ലാ സ്റ്റേഷനുകളിലും ട്രെയിൻ നിർത്തിയിട്ടുകൊണ്ട് അന്വേഷിക്കുക എന്ന് പറയുന്നത് അത് ഒരു റെയിൽവേ സിസ്റ്റത്തെ തന്നെ കാര്യമായി ബാധിക്കുന്നൊരു സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ കുട്ടി കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് എന്നൊരു അനുമാനം. അങ്ങനെയെങ്കിൽ ഇന്നലെ 5:30 ഈ കന്യാകുമാരിയിൽ നിന്നും എടുത്ത ട്രെയിൻ ഏതാണ്ട് പുലർച്ചയോടുകൂടി ചെന്നൈയിലെത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ള വിഷയമാണ് അന്വേഷിക്കേണ്ടത്. അതിലാണ് ഈ നിർണായകമായിട്ടുള്ള CCTV ദൃശ്യങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത്. പക്ഷേ ഈ മൊഴി ലഭിച്ചതിന് ശേഷമായിരിക്കണം ഈ CCTV ദൃശ്യങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് അന്വേഷിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 മണിക്കൂറുകളായിട്ട് RPF CCTV കൺട്രോൾ റൂമിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിക്കാനായിട്ട് കേരള പോലീസിൻ്റെ ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും വേറെ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷെ എന്നിട്ടാണ് ഈ നാഗർകോവിൽ മേഖലകളിലേക്ക് അന്വേഷണം കൊണ്ടുപോയത്. അതിനുശേഷമാണ് അവിടെ നാഗർകോവിൽ നിന്നും ഇത്തരത്തിലുള്ള CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷമാണ് കന്യാകുമാരിയിൽ നിന്നും കുട്ടി ഇത്തരത്തിൽ ഈ കന്യാകുമാരിയിൽ 3:30 കുട്ടി എത്തിയിട്ടുള്ളതായിട്ടും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുള്ളതായിട്ടും മൊഴി വരുന്നത്. അതിനുശേഷം ഈ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി ഈ ട്രെയിനിൻ്റെ ഏറ്റവും മുന്നിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലായിരുന്നു. കാരണം ഈ കുട്ടി ആദ്യമായിട്ടല്ല അപ്പോൾ ട്രെയിനിൽ കയറുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തത നമുക്ക് ഈ വിഷയത്തിൽ വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കറിയാം അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലായിട്ടും ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാണ് ഇതര സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ കുട്ടി വ്യക്തമായിട്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം ഇത്തരത്തിൽ ഈ ട്രെയിനിൻ്റെ മുന്നിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരിക്കുന്നു. അവിടെ വെച്ചാണ് ഈ പാറശാല സ്വദേശിയായിട്ടുള്ള വിദ്യാർത്ഥിനി ഈ കുട്ടിയെ കാണുന്നത്. അപ്പോൾ അതിനുശേഷമാണ് നിർണായകമായിട്ടുള്ള തെളിവുകളൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ചെന്നൈ കേന്ദ്രീകരിച്ച് നടത്താൻ തന്നെയാണ് തീരുമാനം. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് ഈ CI ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഇവിടെ തന്നെ ഒരു സംഘം പോലീസ് കന്യാകുമാരിയിൽ തന്നെ തുടരുന്നുണ്ട്. കന്യാകുമാരിയുടെ പ്രാദേശിക മേഖലകളിലെല്ലാം വലിയ കാര്യമായി തന്നെ അന്വേഷണം നടത്തിയതുണ്ട്. ബീച്ച്, അതോടൊപ്പം തന്നെ സൺവി പോയിന്റ്, അതോടൊപ്പം തന്നെ കന്യാശ്രീ സ്റ്റഡി സെൻ്ററുകൾ, അതോടൊപ്പം തന്നെ കച്ചവടം ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് കച്ചവടം ചെയ്യുന്ന മേഖലകളിലൊക്കെ ഈ കുട്ടി വളരെ രീതിയിൽ തന്നെ കാര്യമായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള മൊഴിയും ദൃശ്യങ്ങളുമാണ് ഈ മണിക്കൂറിൽ ലഭിക്കുന്നത്. എന്തായാലും കുട്ടി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അവസാനമായി പോലീസ് സ്ഥിരീകരിക്കുന്നത്. കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. ലക്ഷ്മി, കന്യാകുമാരിയിലെ പൊതുസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തസ്മിദിന് വേണ്ടിയുള്ള അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും ഇതര സംസ്ഥാനങ്ങളിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നു. 4 ടീമുകളായി തിരിഞ്ഞാണ് അന്വേഷണം എന്നുള്ളതാണ്. ടിൻറ്റുവും രാജീവുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.